നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് അലയൻസിനെ കുറിച്ചായിരുന്നു. ഓക്കെ, എല്ലാവർക്കും കേൾക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അലയൻസിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. അലയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാരേജിനെ കുറിച്ചും അതുപോലെ തന്നെ കുടുംബത്തെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു, ഫാമിലിനെ കുറിച്ചും മാരേജിനെ കുറിച്ചും പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അലയൻസിനെ കുറിച്ച് പറഞ്ഞത്. അലയൻസ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ മാരേജ് വഴി ഉണ്ടാകുന്ന ഒരു സഖ്യം അല്ലെങ്കിൽ ഒരു ബന്ധത്തെയാണ് അലയൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചാപ്റ്റർ 4 ആണ്, 45 പേജ് നമ്പർ 45ലാണ് നമ്മൾ നിർത്തിയത്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, മാരേജ് ആസ് എ ഫോം ഓഫ് എക്സ്ചേഞ്ച്. അപ്പൊ അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. മാരേജ് ആസ് എ ഫോം ഓഫ് എക്സ്ചേഞ്ച്. അപ്പൊ കൈമാറ്റത്തിന്റെ ഒരു രൂപമായിട്ട് വിവാഹം മാറുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ലൂയിസ് ഡുമോൺ stated that alliance is the representation of intermarriage between larger or smaller groups. Levi-Strauss developed the concept of marriage alliance in order to dwell with the societies which practice cross-cousin marriages. He added that these forms marriage are but specific aspects of system of the exchange of women between groups which creates perpetual marriage alliance between them. He believed that the exchange of women is the symbolic exchange of gifts, which was the medium for the transition from the animal world of nature to the human one of the culture. According to Levi, women were supreme gift and had to be exchanged because of incest taboo, which prohibited women from entering into sexual relation with the man of their close group. The exchange was considered as a continuity of the society. Therefore, the marriage alliance was formed because of the twin principles of reciprocity and incest taboo, and the marriage as a form of exchange help us to differentiate between two groups. Example, the wife takers and wife givers, as placed in a structure of hierarchy in the social system. അപ്പൊ നമുക്കറിയാം ലൂയിസ് ഡ്യൂമോണ്ടും അതുപോലെ തന്നെ ലെവി സ്ട്രസും ഒക്കെ വിവാഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ അലയൻസിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും ഒക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള രണ്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരാണ്. അപ്പൊ അവരുടെ അഭിപ്രായത്തില് അലയൻസ് എന്ന് പറയുമ്പോൾ അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വിവാഹപരമായ ബന്ധത്തെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അലയൻസ് കൊണ്ട്. അപ്പോൾ ഓക്കെ, അപ്പൊ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വിവാഹത്തിനുള്ള ബന്ധത്തെയാണ് നമ്മൾ അലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, അലയൻസ് നല്ലൊരു അലയൻസ് വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള പറച്ചിലുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഇതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയെ ഒരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് ഇവിടെ ലെവി സ്ട്രസ് കണക്കാക്കുന്നത്. കാരണം ഒരു സ്ത്രീയെ വളരെ സമ്പത്തായിട്ട് കണ്ട് അവളെ ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്നതായിട്ടാണ് ഒരു വിവാഹത്തിലൂടെ ഒരു സ്ത്രീയെ വലിയ സമ്പത്തായി കണ്ട് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ട് കണ്ട് വരന് കൊടുക്കുന്നതായിട്ടാണ് ലെവി സ്ട്രസ് വിവാഹത്തെ കണ്ടിരുന്നത്. അതുപോലെ തന്നെ അതൊരു മാരേജ് സിസ്റ്റത്തിന്റെ ഒരു വളർച്ചയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് പ്രാകൃതമായ ഒരു ജീവിതത്തിൽ നിന്നും നമ്മുടെ മനുഷ്യരെ ഒരു നല്ല രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് വളർന്നു വന്നതിന്റെ ഭാഗമായിട്ടാണ് മാരേജ് സിസ്റ്റം ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ വ്യാപകമായിട്ട് ഉണ്ടായത്. ഇനി റൂൾസ് ഓഫ് മാരേജ് മാരേജാണ് നമ്മൾ അടുത്ത കാണാൻ പോകുന്നത്. വിവാഹ നിയമങ്ങൾ, റൂൾസ് ഓഫ് മാരേജ്. നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള മാരേജസ് നമുക്കുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒന്നെങ്കിൽ ഒരു വംശത്തിനുള്ളിൽ നിന്ന് തന്നെ ഒരു വ്യക്തി രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി തന്റെ വംശത്തിന് പുറത്തുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാം. അതുപോലെ തന്നെ ആണിനെ വിവാഹം കഴിക്കുകയും പെണ്ണിനെ വിവാഹം കഴിക്കുന്നതും ഒക്കെ ഇന്ന് ലീഗലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വിവാഹത്തിന്റെ റൂൾസും അതുപോലെയുള്ള മറ്റ് നിയമങ്ങളും എല്ലാം ഓരോ സമൂഹത്തിന്റെയും അല്ലെങ്കിൽ ഓരോ കാലഘട്ടം കഴിയുന്തോറും അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പാർട്ട് ഫ്രം സെക്ഷൽ റിലേഷൻഷിപ്പ് ആൻഡ് റീപ്രൊഡക്ഷൻ, മാരേജ് വാസ് ദ മെയിൻ മെത്തേഡ് ഫോർ റീഇൻഫോഴ്സിംഗ് ദ അലയൻസ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പം
ഈ മാരേജ് എന്ന് പറയുന്നത് ഒരു വ്യക്തികൾ സെക്ഷൽ റിലേഷൻഷിപ്പിനും അതുപോലെ തന്നെ കുട്ടികളെ ഉണ്ടാക്കുന്നതിനുമുള്ള ഒരു മാർഗമായിട്ട് മാത്രമല്ല മാരേജിനെ കാണുന്നത്. അത് രണ്ട് കുടുംബങ്ങൾ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമായിട്ടും കൂടിയാണ് മാരേജിനെ ഇവിടെ കണക്കാക്കപ്പെടുന്നത്. കാരണം രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരുന്നതല്ല, ഏതൊരു മാട്രിമോണി പരസ്യം കണ്ടിട്ടുണ്ട് അല്ലെ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുചേരലാണ് വിവാഹം എന്നത്. അതുമാണ് ഇവിടെ കോൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. ഒരു വ്യക്തിയും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കരാറോ അല്ലെങ്കിൽ ബന്ധം മാത്രമല്ല വിവാഹം, അത് മറ്റു കുടുംബങ്ങളെയും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് വിവാഹം എന്നാണ് ഇവിടെ പറയുന്നത്. There are certain rules and norms that are associated with the alliance, such as who should marry whom, as either a matter of preference or prohibition. The foremost rule that governs the formation of alliance in incest, taboo, and exogamy. അപ്പൊ എക്സോഗമി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് എക്സോഗമി? എക്സോഗമി എന്താണെന്നും എൻഡോഗമി എന്താണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. എക്സോഗമി എന്ന് പറയുന്നത് വംശത്തിന് പുറത്തു നിന്നുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നതാണ് എക്സോഗമി. എൻഡോഗമി എന്ന് പറയുന്നത് വംശത്തിനകത്ത് തന്നെയുള്ള ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നതാണ് എൻഡോഗമി. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക, എക്സോഗമി എൻഡോഗമി എന്താണെന്ന്. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കണ്ടിട്ടുണ്ടേ. ഇനി ഇൻസെസ്റ്റ് ടാബു എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻസെസ്റ്റ് ടാബു എന്ന് പറയുന്നത് ഒരേ കുടുംബത്തിലെ രക്തബന്ധമുള്ള വ്യക്തികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വിവാഹം നിരോധിക്കുന്ന ഏതെങ്കിലും സാംസ്കാരിക നിയമമോ മാനദണ്ഡമോ ആണ് ഇൻസെസ്റ്റ് ടാബു. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇൻസെസ്റ്റ് ടാബു എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം, ഒരേ കുടുംബത്തിലെ അല്ലെങ്കിൽ ഒരേ രക്തബന്ധത്തിലുള്ള വ്യക്തികൾ തമ്മിലുള്ള വിവാഹം അല്ലെങ്കിൽ ലൈംഗിക ബന്ധം, അതിനെ രണ്ടിനെയും നിരോധിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളോ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളോ ആണ് ഇൻസെസ്റ്റ് ടാബുവിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. The incest rule forbids the sexual relation between some categories of person and it regulates mating. The definition of incest in the West is that it is a sexual relation between parent and children and between siblings. As studied in the previous chapter, the newer concept of rural was in contrast to the concept with the Evans Pritchard used to incest, prohibited sexual relation between members of the same clan, between cognates up to 6 generations, and between man and woman who married other man of his lineage. The basic principles of the incest rule is that it means that members who are forbidden from having sexual relation are automatically prohibited from getting married. Levistrauss opined that rather than prohibiting members from having sexual relation in forcing men to look for spouse outside their own group, the men are not allowed to marry women to their group and look for their spouse, which is done by giving their daughters and sisters in exchange of wives. The rule of incest helps in the formation of an alliance between two or more groups and creates solidarity between them. അപ്പൊ ഇൻസെസ്റ്റ് ടാബു എന്ന് പറയുന്നത് രക്തബന്ധമുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം നിരോധിക്കുന്ന നിയമങ്ങളോ മാനദണ്ഡങ്ങളോ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ പല സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പല ഗോത്ര വംശങ്ങളിലും ഇത്തരത്തിലുള്ള രക്തബന്ധത്തിലുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹം നിരോധിച്ചിട്ടുണ്ട്. ഫോർവേഡഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലാണ് കൂടുതലായിട്ടും ഇങ്ങനെ രക്തബന്ധമുള്ള വ്യക്തികൾ തമ്മിലുള്ള വിവാഹം നിരോധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സിബ്ലിങ്സും പാരലൽ കസിൻസും. അതുപോലെ തന്നെ പാരലൽ കസിൻസ് എന്നുള്ളത് എന്താണെന്ന് നമ്മൾക്കറിയാം. അച്ഛന്റെ ബ്രദേഴ്സിന്റെ മക്കള്, അച്ഛന്റെ ബ്രദേഴ്സിന്റെ മക്കളും തമ്മിലുള്ള അവര് ആണ് പാരലൽ ബ്രദേഴ്സ് അല്ലെങ്കിൽ പാരലൽ കസിൻസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പാരലൽ കസിൻസ് ആയിട്ടുള്ള വിവാഹമോ അല്ലെങ്കിൽ സിബ്ലിങ്സ്, സ്വന്തം അച്ഛന്റെ അമ്മയുടെയും മക്കള്, അവര് തമ്മിലുള്ള വിവാഹമോ അല്ലെങ്കിൽ പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള ലൈംഗികബന്ധം ഒക്കെ നിരോധിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ പാപമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് പല രാജ്യങ്ങളും ഉള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇങ്ങനെ സെയിം രക്തഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹത്തിലൂടെ ജനിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാരേജസ് നിരോധിക്കുന്നത്. ഇനി റൂൾ ഓഫ് എക്സോഗമി, നമ്മൾ പറഞ്ഞ എക്സോഗമി എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു വംശത്തിന് പുറത്തുനിന്നുള്ള വ്യക്തിയെ വിവാഹം കഴിക്കുന്നതിനാണ് എക്സോഗമി എന്ന് പറയുന്നത്. അപ്പം അതിന്റെ റൂൾ ഓഫ് എക്സോഗമി, അതിന്റെ എക്സോഗമിയുടെ നിയമം എന്താണെന്നാണ് അടുത്ത് കാണാൻ പോകുന്നത്. According to the rule of exogamy, the marriage within specific groups is not allowed and hence the marriage patterns outside one's one group are preferred.
അപ്പം എക്സോഗമിയുടെ റൂൾ എന്ന് പറയുന്നത് സെയിം വംശത്തിൽ അല്ലെങ്കിൽ സെയിം രക്തഗ്രൂപ്പിലുള്ള ആളുമായിട്ടുള്ള വിവാഹബന്ധം അല്ലെങ്കിൽ ലൈംഗിക ബന്ധം പൂർണ്ണമായിട്ടും നിരോധിക്കുന്ന രീതിയിലുള്ള ഒന്നാണ് എക്സോഗമി എന്ന് പറയുന്നത്. Therefore, the important function of the rule of exogamy is to form the exchange between families and to combine them into a larger social structure. There are many societies in which the rule of exogamy prohibited marriages between social categories, which includes near relatives, but also to distant consanguineous of collaborative relationships. In many societies, it is observed that marriage within certain relatives and a prescription of marriage with others relatives is not allowed. There is a positive rule of marriage, whereas the prohibition rule is a negative rule of marriage. Levi-Strauss' opinion that the societies with the positive marriage rules have elementary structure of kinship and societies with the negative marriage rule have complex structure. Therefore, the alliance theory was formed in order to deal with the types of kinship system that embody positive marriage and helps in future understanding kinship network. It consists the combination of the positive marriage rule with the exogamy or at least of prohibition against a marriage between parallel cousins. അതാണ് എക്സോഗമി എന്ന് പറയുന്നത്. പാരലൽ കസിൻസും അതുപോലെ തന്നെ രക്തബന്ധത്തിലുള്ള ആളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഒരേ വംശത്തിലുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹബന്ധങ്ങൾ അവർ പൂർണ്ണമായിട്ടും നിരോധിക്കുന്നുണ്ട്. അതാണ് എക്സോഗമിയുടെ ഒരു ആശയം എന്ന് പറയുന്നത്. അത് നല്ലൊരു ആശയമായിട്ടാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആശയമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ലെവി-സ്ട്രസും ഒക്കെ എക്സോഗമി എന്ന ആശയത്തെ വളരെയധികം പിന്തുണച്ച ആളുകളുമാണ്. ഇനി ലെവി-സ്ട്രസ് elementary and complex structure. Levi-Strauss opinioned in his book The Elementary Structure of Kinship that the primitive and irreducible character of the kinship unit is a consequences of incest taboo. അപ്പൊ അതൊന്ന് അടയാളപ്പെടുത്തി വെക്കണം. അതുപോലെ തന്നെ ഇൻസെസ്റ്റ് ടാബു എന്ന് പറയുന്നത് എന്താണെന്ന് ഉള്ള കാര്യം ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. The incest rule forbids the sexual relation between some same categories of person and it regulates mating. അതാണ് incest taboo എന്ന് പറയുന്നത്. ഇനി the taboo allows the calculation of women and hence the kinship was on the basis of alliance or exchange of women. There is no descent group or family that could perpetuate itself around the and were forced towards contract alliance in order to reproduce themselves of gender recognition of family. The society Levi-Strauss opinion that alliance takes precedence over descent as the important aspects for the functioning of kinship, and kinship is nothing but the exchange of women between two or more groups. There are different types of marriage rules and Levi-Strauss differentiate between two different structural models of exchange. അപ്പൊ അതുപോലെ തന്നെയാണ് എക്സ്ചേഞ്ച് മോഡൽ ഓഫ് മോഡൽസും ഉണ്ട്. അതായത് വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ വധുവരന്മാരെ എക്സ്ചേഞ്ച് ചെയ്യുന്ന വിവാഹ രീതികളുണ്ട്. അതായത് ഒരു കുടുംബത്തിൽ നിന്ന് നമുക്ക് ഒരു രീതി അറിയാം അല്ലെ, ഒരു കുടുംബത്തിൽ രണ്ട് കുടുംബത്തിലെ ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ ഒരു സഹോദരൻ മറ്റു കുടുംബത്തിലെ സഹോദരി വിവാഹം കഴിക്കുമ്പോൾ ആ ഇപ്പൊ സഹോദരന്റെ സഹോദരി ആ കുടുംബത്തിലെ സഹോദരനെ വിവാഹം കഴിക്കും. അങ്ങനെ സഹോദരങ്ങൾ തമ്മിൽ രണ്ട് കുടുംബത്തിലെ സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കുന്നതിന് എക്സ്ചേഞ്ച് രീതിയിൽ ഉൾപ്പെടുത്താം. അപ്പൊ അതുപോലെയുള്ള പലതരത്തിലുള്ള എക്സ്ചേഞ്ച് വിവാഹ രീതികൾ പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള 2 ഡിഫറെന്റ് സ്ട്രക്ചറൽ മോഡൽസ് ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് വന്ന് പറയുന്നത് എലമെന്ററി സ്ട്രക്ചർ ആണ്. These societies observed the positive marriage rules that suggested that category of person one could marry. According to the rule, the close cousin are recommended marriage patterns. This type of structure is seen among the Australian Aborigines, certain parts of Southeast Asia, Southern India, Aboriginals of South America. Aboriginals എന്ന് പറയുന്നത് ആദിവാസികൾ എന്നാണ് കേട്ടോ അർത്ഥം. ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. അപ്പം ഈ സൊസൈറ്റീസിൽ പോസിറ്റീവ് മാരേജ് റൂൾ സജസ്റ്റഡ് ദാറ്റ് കാറ്റഗറി ഓഫ് പേഴ്സൺ വൺ കുഡ് മാരി. According to the cross cousins are recommended marriage pattern partners. അപ്പൊ ക്രോസ് കസിൻ മാരേജ് ആണ് എലമെന്ററി സ്ട്രക്ചറിൽ ഉൾപ്പെടുന്നത് ഒന്ന്. അതുപോലെ തന്നെ ആദിവാസികൾക്കിടയിൽ ഈ ക്രോസ് കസിൻ മാരേജസ് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതായത് മുറപ്പെണ്ണ് മുറച്ചെറുക്കൻ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആചാരങ്ങൾ നമ്മുടെ ഇടയിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. മുറച്ചെറുക്കനെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കുക അങ്ങനെയുള്ള രീതികൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള രീതിയായിരുന്നു എലമെന്ററി സ്ട്രക്ചറിലുള്ളത്. ഇനി കോംപ്ലക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത്
This is a practice of negative marriage rule in which one is forbidden from marrying a person from a certain category according to the negative rule. One is not allowed to marry one's parallel cousins, siblings, and parents. This type of structure is seen in Europe, Africa, and among the Eskimos. Levi-Strauss also focused on the elementary structure and considered marriage rules as the institution and joins the society together. He made a differentiation between two types of elementary structures. Example, generalized and restricted exchange. അപ്പോൾ കോംപ്ലക്സ് സ്ട്രക്ചറിൽ ഇത്തരത്തിലുള്ള no one is not allowed to marry one's parallel cousins, siblings and parents. അതാണ് കോംപ്ലക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പാരലൽ കസിൻസോ അല്ലെങ്കിൽ പാരന്റ്സ് കുട്ടികളും തമ്മിലുള്ള വിവാഹ ബന്ധങ്ങളോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ കോംപ്ലക്സ് സ്ട്രക്ചറിൽ അനുവദിക്കുന്നില്ല. പിന്നെ ജനറലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ് ഉള്ളത് ഒരെണ്ണം. ഇൻക്ലൂഡ് preferential marriage between groups and bigger than the conjugal family. There are 3 or more groups involved in the exchange of women in one direction. If we denote the group as A, B, and C, then the direction of exchange is the group A gives woman to B, and group B is to C, and group C gives woman to A, thus forming a circle. The exchange is delayed and indirect. The generalization exchange is considered a system asymmetrical of disharmonic as there is no relation of equality between wife takers and wife givers. അപ്പൊ ജനറലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് മറ്റൊരു എക്സ്ചേഞ്ച് വിവാഹത്തിലെ എക്സ്ചേഞ്ച് രീതിയാണ്. അതിൽ 3 ഇപ്പൊ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണെങ്കിൽ ഒന്നിന് എ, രണ്ടാമത്തിന് ബി, മൂന്നാമത്തിന് സി എന്നിങ്ങനെ തരംതിരിക്കാം. അപ്പൊ അതില് എയിലെ ഒരു വധുവിനെ ബിയിലേക്ക് കൊടുത്തു, ബിയിലെ വധുവിനെ സിയിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ സി അവരുടെ കുട്ടി അല്ലെങ്കിൽ വധുവായിട്ട് ഉള്ള പെൺകുട്ടിയെ എക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു സർക്കിൾ ആയിട്ട് അവിടെ ഫോം ചെയ്യുന്നതിനെയാണ് ജനറലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ വുമൻസിനെ 3 ഗ്രൂപ്പുകളിലുള്ള വുമൻസിനെ പെൺകുട്ടികളെ അവരുടെ മാതാപിതാക്കൾ അവരുടെ കുടുംബത്തിലുള്ളവര് ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്ക് കൊടുത്തിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു പെൺകുട്ടിയെ സി ഗ്രൂപ്പിലേക്ക് കൊടുത്തിട്ട് സി ഗ്രൂപ്പിൽ നിന്ന് വേറൊരു പെൺകുട്ടി എ ഗ്രൂപ്പിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു സർക്കിൾ ആയിട്ട് അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. An example of asymmetrical exchange, the Puram of Assam. The Puram of Assam has a ranked lineage system in which the lineage following that the wives are given to a group cannot take wives from it. The lineages are derived into wife-giving lineages, wife-receiving or wife-taking lineages. Once one lineage and other lineages with the whom marriages have not been contracted. The double lines in a diagram above represent the pairs of sections that supplies each other with the marriage patterns A, B, C, and D. There are 4 sections and connected with each other through the fact that children do not belong to the section of either of the parents. Radcliffe Brown opinioned that these sections do not belong to the local groups and are merely status groups whose members must marry members of same other group. The reciprocity in this case is direct and immediate. This is also called as the symmetrical, direct or harmonic exchange because there is a relation of reciprocity between 2 groups exchanging women. അപ്പൊ അതാണ് മറ്റൊരു തരത്തിലുള്ള അസിമെട്രിക്കൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് 4 തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ 4 തരത്തിലുള്ള വിഭാഗങ്ങളിലേക്കായിരിക്കും വധുക്കളെ അവരെ എക്സ്ചേഞ്ച് ചെയ്യുകയും അവരിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നത്. അപ്പം ഒരു വിഭാഗം ആളുകൾ വധുവിനെ കൊടുക്കുന്നവരും മറ്റു വിഭാഗം ആളുകൾ വധുവിനെ സ്വീകരിക്കുന്നവരുമായിരിക്കും. അങ്ങനെ ഒരു മാരേജ് സിസ്റ്റമാണ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് മാരേജ് സിസ്റ്റമാണ് asymmetrical exchange നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി an example of symmetrical exchange, the Carrera of Australia. അപ്പൊ അതുപോലെ തന്നെ സിമെട്രിക്കൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം കൂടി ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. They belong to the parallel society and follow restricted exchange. There are 4 section system. Example, Karimera and Buram and Palyeri and Banga, in which 2 sections are subdivided into 2 or more by generation.
there is an exchange of wives between themselves. Example, Karimera and Palyari will exchange women, and so will the Burang and Banga. നമുക്കറിയാം ഇത്തരത്തിലുള്ള സിമെട്രിക്കൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നതും അതിന്റെ അകത്ത് 4 തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കരിമേറ, അതുപോലെ തന്നെ ബുറാം ആൻഡ് പാലേരി ആൻഡ് ബംഗ എന്ന് പറയുന്നതൊക്കെ 4 വിഭാഗത്തിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ 4 വംശങ്ങളാണെന്ന് പറയാം. അപ്പൊ അവര് കരിമേറയും അതുപോലെ തന്നെ പാലേരിയും തമ്മിൽ വിമൻസിനെ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്താണ് വിവാഹം കഴിക്കുന്നത്. അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ ബുറാങ്ങിൽ അല്ലെങ്കിൽ ബംഗയിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. The children of a Karimera man and a Paleri woman will be Burang. Children of a Burang man and a Banga woman will be Karimera. And the marriages are with the classificatory mother's brother's daughter. The women move in one direction, goods and bride service move in the opposite direction. അപ്പോൾ ഇതുപോലെയുള്ള എക്സ്ചേഞ്ച് സിസ്റ്റങ്ങൾ ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. അവരിലെ ഗോത്രവർഗ്ഗക്കാരും മറ്റും ഇതുപോലെയുള്ള എക്സ്ചേഞ്ച് രീതികളും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോഴും. ഇനി റെസ്ട്രിക്റ്റഡ് എക്സ്ചേഞ്ച് ആണ് നമുക്ക് അടുത്ത കാണാനുള്ളത്. ദിസ് ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ച് ഫോളോസ് ദാറ്റ് ദ കിങ് ഗ്രൂപ്സ് അതർ ദാൻ ദ ഫാമിലി സപ്ലൈസ് ഈച്ച് അതർ മാരേജ് പാറ്റേൺസ്. ദ മാൻ ഓഫ് വൺ ഗ്രൂപ്പ് മാരി വുമൻ ഫ്രം അതർ ഗ്രൂപ്പ് ആൻഡ് വൈസ് വേഴ്സ. This type of system is prevalent in all parts of the world, but is particularly popular among the Aborigines in Australia. We denote the society with the letters A, B, C, D. The marriage rules may be depicted by the following diagram. Vice versa, if we consider women since thus in a patrilineal society, then whole universe is segregated into us, the and them, those who you cannot marry and those who you can and should. അപ്പൊ ഇതുപോലെയുള്ള റെസ്ട്രിക്റ്റഡ് എക്സ്ചേഞ്ചും ഉണ്ട്. അതുപോലെ അതിൽ ഉൾപ്പെടുന്നതെന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൽപ്പെട്ട വ്യക്തിക്ക് മറ്റു വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളെ വിവാഹം കഴിക്കാനായിട്ട് ചില റെസ്ട്രിക്ഷൻസ് ഉള്ള ചില സംഭവങ്ങളും ഉണ്ട്. അപ്പൊ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ വിവാഹം കഴിക്കാനായിട്ട് അവർ കൂടുതൽ മുൻതൂക്കം കൊടുക്കണം. മറ്റു ചില വിഭാഗങ്ങളെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് അവര് പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുമുണ്ട് അവരെ. ഇനി ലൂയിസ് ഡ്യൂമാന്റ് Dravidian kinship നെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. According to the study done by Louis Dumont, the Dravidian kinship is an expression of marriage. He opined that affinity is a long-lasting system with the help of which the continually from one generation to next appears. He believed that kinship terminology is a reflection of alliance rather than descent. He studied Tamil Kalar kinship system in South India and showed that there is a preferential marriage rule of cross cousin with the means, and these exist and explicit rule that states that a man should marry a woman who is either a true cross cousin or is placed in the same category as his true cross cousins by kinship terminology. അപ്പൊ ലൂയിസ് ഡ്യൂമൻ എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായ ഒരു സോഷ്യോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ദ്രാവിഡിയൻ കൾച്ചേഴ്സിനെ കുറിച്ച് കൂടുതൽ വിശദമായ പഠനം നടത്തിയ ആളാണ്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലുള്ള പ്രധാന ആചാരങ്ങൾ അല്ലെങ്കിൽ വിവാഹ രീതികൾ, വിവാഹ ബന്ധങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠനങ്ങൾ നടത്താൻ ലൂയിസ് ഡ്യൂമന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം തന്റെ കിൻഷിപ്പിനെ കുറിച്ചും ബന്ധുത്വത്തെ കുറിച്ചും അതുപോലെ തന്നെ മാരേജിനെ കുറിച്ചും ഒക്കെ നടത്തിയ പഠനത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ക്രോസ് കസിൻ മാരേജുകളൊക്കെ കൂടുതലായിട്ട് നടന്നിരുന്നതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. കാരണം നമുക്കറിയാം കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും മറ്റു സൗത്ത് ഇന്ത്യയിലെ സ്ഥലങ്ങളിലാണെങ്കിലും നമ്മള് ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളുകളാണ്. കാരണം സ്വത്തുക്കൾ കൈവിട്ടു പോകാതിരിക്കാനും അങ്ങനെയുള്ള ഒരു ചില ചിന്തക രീതികളും മറ്റും കാര്യങ്ങളും നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കുടുംബത്തിനകത്ത് നിന്ന് തന്നെ വിവാഹം കഴിക്കുന്ന രീതിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള രീതികളാണ് ഇവിടെ പറയുന്നത്. ക്രോസ് കസിൻ മാരേജസ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് സൗത്ത് ഇന്ത്യയിലായിരുന്നു. ഓക്കെ, South India showed that there is a preferential marriage rule of cross cousin, which means that there exists an explicit rule that states that man should marry a woman who is either their true cross cousin or is placed in the same category as his true cross cousins by kinship terminology. Hence, the Dravidian kinship terminology is directly linked with the
cross cousin marriages rules with the transmission of affinity takes place in one and the same direction. It is called a harmonic, and it is disharmonic when the transmission takes place patrilineally and some as matrilineally. According to Dumont, the 3 types of cross cousin marriages are. അപ്പം അദ്ദേഹത്തിന്റെ ഡ്യൂമോണ്ടിന്റെ അഭിപ്രായത്തിൽ, ലൂയിസ് ഡ്യൂമോണ്ടിന്റെ അഭിപ്രായത്തിൽ 3 തരത്തിൽ ക്രോസ് കസിൻ മാരേജസ് ആണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനെ തന്നെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് ലൂയിസ് ഡ്യൂമോണ്ട്. അതുപോലെ തന്നെ പാട്രിലീനിയൽ, അതുപോലെ തന്നെ മാട്രിലീനിയൽ രീതിയിൽ അല്ലെങ്കിൽ അതിലെ വംശാവലിയിലുള്ള മാരേജസിനെയും ക്രോസ് കസിൻ മാരേജിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി ബയോലെട്രിക്കൽ ക്രോസ് കസിൻ മാരേജ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ലൂയിസ് ഡ്യൂമണ്ട് ഐഡന്റിഫൈ ചെയ്ത ഫസ്റ്റ് മാരേജ് ക്രോസ് കസിൻ മാരേജ് ആണ് bilateral cross cousin marriage. In this type of system, the ego of or the individual marries his mother's brother's daughter, who is also his father's sister's daughter. It means that the two intermarrying groups exchange women as wives and makes a self-sufficient unit. This is also called a sister exchange, which according to Lévi-Strauss is crossed or restricted exchange and correlates with the disharmonic transmission. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് ബയോളജിക്കൽ ക്രോസ് കസിൻ മാരേജിൽ ഇപ്പൊ ഒരു വ്യക്തി അദ്ദേഹം മാരേജ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അമ്മയുടെ സഹോദരന്റെ മകളെ ആയിരിക്കും. അത് കൂടാതെ തന്നെ ഇപ്പൊ അമ്മയുടെ സഹോദരന്റെ മകള് എന്ന് പറയുന്നത് അച്ഛന്റെ സഹോദരിയുടെ മകളായിരിക്കും. അപ്പം അതായത് അമ്മയുടെ സഹോദരനും അച്ഛന്റെ സഹോദരിയും തമ്മിൽ വിവാഹം കഴിച്ചിട്ട് അതിലുണ്ടായ മകളെയാണ് ഈ വ്യക്തി വിവാഹം കഴിക്കാൻ പോകുന്നത്. അപ്പൊ അതാണ് ബയോലെട്രിക്കൽ ക്രോസ് കസിൻ മാരേജ് എന്ന് പറയുന്നത്. അപ്പൊ അതില് വധുവിന്റെ, അതായത് അമ്മ അതുപോലെ വരനും വധുവും തമ്മിലുള്ള ബന്ധം വളരെ ക്ലോസ് ആണ്. കാരണം വരന്റെ അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളാണ് വധുവിന്റെ അച്ഛനമ്മമാര്. അപ്പൊ അങ്ങനെ എന്ന് പറയുന്നത് വളരെ ക്ലോസ് റിലേഷൻ ആണ് വധുവും വരനും തമ്മിൽ നിലനിൽക്കുക. അതാണ് ഫസ്റ്റ് വൺ ക്രോസ് കസിൻ മാരേജിൽ ഉൾപ്പെടുന്ന ഒന്ന്. രണ്ടാമത്തെന്ന് പറയുന്നത് മാട്രിലിറ്ററൽ ക്രോസ് കസിൻ മാരേജ് ആണ്. ഇൻ ദിസ് സിസ്റ്റം ദ ഈഗോ മാരീസ് ഹിസ് മദേഴ്സ് ബ്രദേഴ്സ് ഡോട്ടർ, who is his matrilineal cross cousin. When this rule is always applied to everyone, the pattern of lineage intermarriage established in the previous generation is externally duplicate. Ego, a man from lineage B marries a woman from lineage A, repetition of the marriage of egos, father and mother. There is a repetition of pattern for all the other lineages in this same manners as depicted in the diagram below. ഇപ്പൊ മാട്രിലേറ്ററൽ ക്രോസ് കസിൻ മാരേജ് എന്ന് പറയുന്നത് ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നത് അദ്ദേഹത്തിന്റെ അമ്മയുടെ ബ്രദറിന്റെ ഡോട്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ അമ്മയുടെ സഹോദരന്റെ മകളെ ആണെങ്കിൽ അതെന്ന് പറയുന്നതാണ് മാട്രിലിറ്ററൽ ക്രോസ് കസിൻ മാരേജ് എന്ന് പറയുന്നത്. മാതൃരേഖയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ വംശത്തിൽ നിന്നാണ് അവർ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അമ്മയുടെ സഹോദരന്റെ മകളെ വിവാഹം കഴിക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ അങ്ങനെ അമ്മയുടെ സഹോദരന്റെ മകളെയും അല്ലെങ്കിൽ അച്ഛന്റെ സഹോദരിയുടെ മകളെയൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇനി പാട്രിലേറ്ററൽ ക്രോസ് കസിൻ മാരേജ് എന്ന് പറയുന്നത്, ഇൻ ദിസ് സിസ്റ്റം ദ ഈഗോ മസ്റ്റ് മാരി ഹിസ് ഫാദർ സിസ്റ്റേഴ്സ് ഡോട്ടർ or his patrilineal cross cousin. The diagram below shows that the man from lineage A marries woman or lineage B. Man of lineage B marries woman from lineage C, and man from lineage C marries woman from lineage A. There is a circulating convium from the exchange of marrying, just like matrilateral cross cousin marriage. The difference in the case is the direction of transfer of women changes in every generation in such a manner that it is in some direction of alternating direction as indicated by the direction of arrow in the diagram. അപ്പൊ നമുക്ക് ഈ ഡയഗ്രങ്ങൾ കുറച്ച് തന്നിട്ടുണ്ട്, അത് ഞാൻ ജസ്റ്റ് നന്നായിട്ട് നോക്കുക. കാരണം ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് ഈ ഡയഗ്രത്തിലാണ് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടത് അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുന്നത്, അവർക്കുണ്ടാകുന്ന മക്കള് തമ്മിൽ വിവാഹം കഴിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഡയഗ്രാമാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്.
സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മാട്രിലേറ്ററൽ ക്രോസ് കസിൻ മാരേജ് ആണ്. അമ്മയുടെ സഹോദരന്റെ മകളെ വിവാഹം കഴിക്കുന്നത്. അപ്പൊ അതിനാണ് സെക്കൻഡ് ഒരു ഡയഗ്രാം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. തേർഡ് ഡയഗ്രാം എന്ന് പറയുന്നത് പാട്രിലേറ്ററൽ ക്രോസ് കസിൻ മാരേജ് ആണ്. അതായത് അച്ഛന്റെ സഹോദരിയുടെ മകളെ വിവാഹം കഴിക്കുന്നത്. അപ്പം അതെന്ന് പറയുന്നത് അച്ഛന്റെ തായ് വഴിയിലുള്ള ബന്ധമാണ് അവർ സ്വീകരിക്കുക. അപ്പൊ അതാണ് പാട്രിലേറ്ററൽ ക്രോസ് കസിൻ മാരേജ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ് താഴെ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ പാട്രിലിയനിലും അതുപോലെ തന്നെ മാട്രിലിയനിലും രീതിയിലുള്ള ക്രോസ് കസിൻ മാരേജസ് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ കാണാം. മരുമകനെയൊക്കെ അമ്മയുടെ സഹോദരന്റെ മകളെയൊക്കെ വിവാഹം കഴിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇനി റോണി നദീം ന്യൂ ഡെവലപ്മെന്റ് ഓഫ് അലയൻസ് അപ്രോച്ച്. Edmund Leach and Rodney Needham criticized the theory of Levi-Strauss on the following grounds. First one, the opinion that women are treated as a commodity or something to be exchanged in the theory proposed by Levi-Strauss. This is done by looking at marriage exclusively from the point of view of man, and it does not go into details of residence and other aspects of kinship state systems. They added the incest prohibition and exogamy are used as synonyms by Levi-Strauss in understanding marriage exchange with this curricular argument. There are 2 points on the basis of which this understanding of marrying and as a system of exchange has been questioned. One is that it is introduced an analogy between women and chattels, whereby women are treated by as property to be universally most prized valuables, and there is a neglect of women's agency and does not take into account women's feeling while discussing exchange. The concept of exchange is understood narrowly and is limited to one relation. The exchange can be wider and abstract, happening between many groups of people. Levi-Strauss believed that there is a cyclic relation between prohibition, exogamy, and positive marriage, and made us to of the functionalist perspective in order to explain the relation between parts and whole. These limitations lead to the modification in the theory proposed by Levi-Strauss and has been developed by Rodney Needham, who made the following recommendations in the improvement to the understanding of alliance. The first modification is there is a clear-cut distinction between perception and preferential marriage rule. Levi-Strauss' opinion that prescription and preference marriage rules are more or less than same. The theory proposed by Levi-Strauss was criticized on the basis of the alliance theory that deals only with the prescription, which prescription refers to the characteristics of a system than as simply a marriage rule. It includes the combination of a rule prescribed some relatives and prohibiting others, and is viewed as the relation that are prescribed which might not be preferred. Another important element was the refinement of the concept of alliance and the situation of it. This include a more structural understanding for a moral empirical nation. The main stress of Needham is the regard was on the alliance at the empirical level, example at the smaller groups. Needham recommended that the alliance is dualistic and in nature and against the understanding of Levi-Strauss of alliance and cyclical. Needham also proposed that the important opposition between the wife givers and wife takers is not necessarily a group activities, as it can take place in smaller groups and not always in large groups like lineage. In all, Needham's opinion that marriage is symbolic in nature and does not deal only with the sexual relations but also with the caste purity requirement of caste and political significance. അപ്പൊ നിധന്റെയും അതുപോലെ തന്നെ
നമ്മുടെ ലെവി സ്ട്രസ്സും ഒക്കെ ഇതിനെക്കുറിച്ച്, അതായത് നമ്മുടെ മാരേജ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ ഒരുപാട് ആഴത്തിലുള്ള പഠനം നടത്തിയതാണ്. അതുപോലെ തന്നെ മാരേജ് എന്ന് പറയുന്നത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധം മാത്രമല്ല, അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലും രണ്ട് വംശങ്ങൾ തമ്മിലും ഒക്കെയുള്ള ഒരു ബന്ധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെന്നും ഇവർ രണ്ടുപേരും പ്രസ്താവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാരേജ് എന്ന് പറയുന്നത് അവരുടെ കാസ്റ്റ്, അതുപോലെ കാസ്റ്റ് പ്യൂരിറ്റിയെയും അതുപോലെ തന്നെ സെക്ഷൽ റിലേഷനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി ഇരിക്കുകയും ചെയ്യുന്നു. ഇനി അപ്പൊ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ടു ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച് ഇൻ എലമെന്ററി സ്ട്രക്ചർ ഓഫ് കിൻഷിപ്പ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കറിയാം മാരേജ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കിൻഷിപ്പില് രണ്ട് രീതിയിലുള്ള എക്സ്ചേഞ്ച് രീതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതെങ്ങനെയാണ്, അത് ഏതൊക്കെയാണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സിമെട്രിക്കൽ എക്സ്ചേഞ്ച് ആൻഡ് പ്രാക്ടീസ്ഡ് എമംഗ് ദ കരേറിയ ഓഫ് ഓസ്ട്രേലിയ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാനും സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗീവ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ മെട്രിലിറ്ററൽ ക്രോസ് കസിൻ മാരേജ് ആൻഡ് പാട്രിലിറ്ററേറിയൽ ക്രോസ് കസിൻ മാരേജ്. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലുള്ള മാരേജ് സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം മാതൃപരമായ വംശീയതയിൽ നിന്നും വധുവിനെ തിരഞ്ഞെടുക്കുന്ന രീതിയുണ്ട്, അതുപോലെ തന്നെ പിതൃവംശത്തിൽ നിന്നും വധുവിനെ തിരഞ്ഞെടുക്കുന്ന രീതിയുണ്ട്. ഇത് രണ്ടുമാണ് ഇതിൽ നിന്ന് നമുക്ക് അർത്ഥമാക്കുന്നത്. അപ്പൊ അതും നമ്മൾ നന്നായിട്ടൊന്ന് പഠിച്ചിരിക്കണം, കാരണം ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളത് ഡിസ്കസ് ദ 3 ലിമിറ്റേഷൻസ് ഓഫ് ലെവി-സ്ട്രസ് അലയൻസ് തിയറി. ലിമിറ്റേഷൻസ് അലയൻസ് തിയറിയുടെ, ലെവി-സ്ട്രസിന്റെ അലയൻസ് തിയറിയുടെ ലിമിറ്റേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കുക. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നതിന് നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും. അപ്പം അതുപോലെ തന്നെ വാട്ട് ഡു യു നോ അബൌട്ട് ദ അലയൻസ് തിയറി പ്രൊപ്പോസ്ഡ് ബൈ ലെവി-സ്ട്രസ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ലെവി-സ്ട്രസ് ആണ് അലയൻസ് തിയറിനെ കുറിച്ച് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അലയൻസ് തിയറി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ലെവി-സ്ട്രസ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ സഖ്യം എന്ന് പറയുന്നത് ഒരു മാരേജിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പം ഈ മാരേജ് സിസ്റ്റത്തെയും അതുപോലെ തന്നെ അലയൻസിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ലെവി-സ്ട്രസ് പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കുകയും നന്നായിട്ട് പഠിച്ചു വെക്കുകയും ചെയ്യണം. അപ്പൊ ഇനി ഇതിൽ നിന്ന് അലയൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുത്തെഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് വേറെ what were the criticisms faced by the theory proposed by Levi-Strauss. അപ്പൊ ലെവി-സ്ട്രസിന്റെ തിയറിയിൽ കുറച്ച് ക്രിറ്റിസിസം എന്ന് പറഞ്ഞ വിമർശനങ്ങൾ, അപ്പൊ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കണം. Levi-Strauss work on kinship gave rise in Britain to alliance theory, whose leading partitionary was Edmund Leach and Rodney Needham. They challenged the prevalent classification of kinship system in terms of matrilineal and patrilineal descent, of suggested instead a classification based on patterns of marriage. Needham attempted to distinguish between preferred and prescriptive cousin, but Levi-Strauss himself refused to admit the pretense of such a distinction, and Needham encouraged one of these students, Francis Coran, to publish a case-by-case refutation of elementary structure of kinship, the work of Abraham Rosman, the Paulo Rubel in the United States, and of Francoisia. Hereditary of France represents other applications of structuralism of to kinship theory. അപ്പൊ അദ്ദേഹത്തിന്റെ അലയൻസ് തിയറിയിലെ ക്രിറ്റിസിസം എന്തൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കണം. നമുക്ക് 5th ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൾച്ചറൽ അപ്രോച്ചിനെ കുറിച്ചാണ്, അതായത് സാംസ്കാരികമായ സമീപനത്തെ കുറിച്ച്. ഏതൊക്കെ സാംസ്കാരിക സമീപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. There are 2 ways of understand kinship. One proclaims that kinship could only to assist from the biological necessities of human reproduction. The belief was that kinship was based on acts of sexual relation and procreation. The emphasis was given by the proponents of tracing the relation through descent and marriage. The first approach, in which the family and marriage was the focus on analyzing, is known as the biological model of genealogical approach. According to other beliefs, the reference to biology of nothing more than an ethnocentric view of kinship derived from a European culture.
They believed that kinship was to be understood only in relation to cultural practices of every society. Therefore, kinship is mainly a matter of culture. The real basis of kinship was therefore the culture and not biology. The cultural approach believed that the social relationships are determined from the point of view of symbols in which relationships are embedded. The kinship study depends upon the ethnographic examinations of the culture. The culture approach, therefore, believed that kinship is a cultural or a social constructed, and the biological approach believed that kinship is a nature and given. David Sender examined the culture approach and believed that kinship is a cultural system that is based on shared symbols and meanings. Culture was used to denaturalize kinship on the basis that relations are culturally produced. David Sanjay's contributions on David made an important contribution in the study of kinship and rejected in earlier understanding of kinship in purely biological terms. He understanding of kinship in purely biological terms. അപ്പം ഡേവിഡ് ഡേവിഡിന്റെ കിൻഷിപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ കൾച്ചറൽ അപ്രോച്ചിനെ കുറിച്ചും ഒക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് കൾച്ചറൽ കിൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു നേച്ചറിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഒരു ഘടകമായിട്ടാണ് ഡേവിഡ് ഇതിനെ അഭിപ്രായപ്പെടുന്നത്. He added that biology as the basis of kinship is Western nation and is an abstract idea which is to be found only in the minds of the anthropologists and not in the society which they studied. American Kinship: A Cultural Account was the book written by him and explained that what we think in nature in American culture is actually cultured. According to the definition given by him, culture is a system of symbols and meanings. He considered kinship as a set of symbols and meanings, understood kinship away from genealogies and domestic domain and marked by the beginning of new direction in kinship studied by focusing on the symbolic dimensions of biological and affinal relations. This is called as the cultural tune in anthropology, as it gave a cultural definition to kinship. ഇപ്പൊ കിൻഷിപ്പിനൊക്കെ കൾച്ചറൽ ഡെഫിനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സാംസ്കാരികമായ വശങ്ങളും ബന്ധുത്വത്തിനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ സംസ്കാരത്തിൽ നിന്നാണ് നമ്മൾ വിവാഹ രീതികളും അതുപോലെ തന്നെ കുടുംബങ്ങളും ഒക്കെ നിലകൊള്ളുന്നത്. അപ്പൊ ഈ സാംസ്കാരികമായ സമീപനം എന്ന് പറയുന്നത് ബന്ധുത്വത്തിലും അതുപോലെ തന്നെ ഫാമിലിയിലും കിൻഷിപ്പും ഒക്കെ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. ക്രിറ്റിക് ഓഫ് കിൻഷിപ്പ് സ്റ്റഡി. ഇപ്പം നമുക്കറിയാം കിൻഷിപ്പ് എന്ന് പറഞ്ഞ ബന്ധുത്വമാണ്. ബന്ധുത്വ പഠനത്തിനെ കുറിച്ചുള്ള ഒരു വിമർശനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. According to David, the theories proposed by Western anthropologists were limited in their applicability and could not be used to understand family and kinship in non-Western society. അതൊന്നും അടയാളപ്പെടുത്തുക. ഫസ്റ്റ് ക്രിറ്റിക് എന്ന് പറയുന്നത് ഇതാണ്. David understood kinship as abstract as there is no such thing as kinship in his work. A critic of the study of kinship, he featured opinion that Euro-American folk models realized kinship as the social construction of natural, example biological factors. He also added to his views by proposing that the anthropology of kinship merely reproduced taken for granted assumptions about the biological nature of kinship. Within these models, according to him, a theory, the social anthropologists were criticized on the following three grounds. Talk to only biological aspect. They are worried about only sharing of biogenetic substance and not about the magnitude of sharing. Third one, there is no differentiation between structure and culture. The cultural normative system, Schneider also made a differentiation between cultural system of the society and the normative. According to his theory, and the cultural system is the system of units which are defined in some ways and which are differentiated according to different ideas. There are certain rules and regulations of the normative system which an actor should follow in his behavior is to be accepted by his society and community as proper. These rules are called how to do it rules.
The culture is the normative centered understanding can be seen as more static and given the far less procedural. The cultural system seems that the culture concerns the stage setting and the cast of characters, whereas the normative system consists in stage direction for actors and the rule and that the actor should pay. The cultural level is a part of the normative level, and the cultural premises have been providing the two kinds of relationship by blood and marriage. Therefore, there are normative patterns that provided that way through which we should thread those relatives. According to David, kinship is cultural is nature. അപ്പോൾ kinship എന്ന് പറയുന്നത് കൾച്ചറൽ ഇൻ നേച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അക്കോർഡിംഗ് ടു അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. Also analyzed the meanings and the symbols of concerned action and how they connected the form of single coherent interrelated system of symbols and meanings. ഇനി അപ്പൊ നമുക്കറിയാം കൾച്ചർ എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ വിവാഹത്തെയും അതുപോലെ തന്നെ ഫാമിലീസിനെ ഒക്കെ എത്രത്തോളം സമീപിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അമേരിക്കൻ കിൻഷിപ്പിനെയും അതുപോലെ തന്നെ കൾച്ചറൽ സമീപനങ്ങളും ഒക്കെ അമേരിക്കൻ കിൻഷിപ്പിനെ എങ്ങനെ പഠനവിധേയമാക്കുന്നുള്ള കാര്യമാണ് അടുത്ത് കാണാൻ പോകുന്നത്. David studied the American kinship and analyzed that it is not only part of the larger domain which is made up to different parts. Example, shared biogenetic substances or the blood, which is the inherent natural substance and code of conduct or moral order which guarantees solidarity among related members. The two elements are combined to obtain three major categories of kin. The formation of blood relatives when both the elements occur together, which are considered to be related in nature and they are part of natural order of things. The formation of the category of relatives in law or relatives by marriage when the code of conduct element occurs along and without sharing biogenetic substance element. The category of relatives in nature is formed when the shared biogenetic substance is present alone. Skinner opinion that kinship is not about sharing or not sharing of biogenetic substance, but how we share it. If the shared elements are devised in terms of magnitude, that class factors, personal factors must be considered, and hence the change in magnitude leads to exchange in kinship relation. The kinship relations can be calculated by order of nature and order of culture. David also talks about nationality and religion, which possess the two components, order of nature and order of culture, like kinship. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് കൾച്ചറൽ അപ്രോച്ച്. അപ്പം കൾച്ചറൽ അപ്രോച്ചിന്റെ സിഗ്നിഫിക്കൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് കാണുന്നത്. The cultural approach of kinship by David led to renewal of the anthropological studies that forces a more culture which have been referred as new kinship studies, as they investigated non-biological rooted relatedness with a focus on how kinship emerged over time through caregiving relationships and in response of affirmative choice or to create kinship ties. The new and emerging forms of kinship in the West and focused on in these studies and the concerns that were brought into the body of kinship studies include the instability and divorce in heterosexual marriage and advent of same-sex marriage, gender equality, gay rights, falling fertility rates, increasing numbers of people living on their own, and so on. Janet Carston, culture of relatedness. അപ്പം നമുക്കറിയാം സിഗ്നിഫിക്കൻസ് ഓഫ് കൾച്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഓരോ സമൂഹവും മാറുന്നതനുസരിച്ച് അവരുടെ കിൻഷിപ്പും അതുപോലെ തന്നെ സമൂഹത്തിലെ രീതികളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പണ്ട് കാലത്തുണ്ടായിരുന്ന
ബന്ധുത്വ രീതികളല്ല ഇപ്പോഴത്തെ ഉള്ളത്. അപ്പോൾ ഓരോ മാരേജ് സിസ്റ്റത്തിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനമാണ് നമ്മളിവിടെ കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ കൾച്ചർ ഓഫ് റിലേറ്റഡ്നെസ് ആണ് അടുത്ത് കാണാൻ പോകുന്നത്. There are some terms like relatedness and sharing that become popular in the study of kinship after the critique of kinship by David Snyder. This introduced to the informal relations formed by being related. Compared to the previous formal ones, the term relatedness refer to the relations created through reproduction, marriage, adoption, and other forms, which was often used by the anthropologist Janet Carsten. According to her opinion, the term is used to move away from the pre-constructed and analytic opposition between the biological and the social. She also proclaimed the relatedness should be understood in terms of indigenous systems and practices. The idea of relatedness describes kinship as a process where relations are constantly constructed, experienced, and negotiated on daily basis. അപ്പം അതുപോലെ തന്നെ ജാനറ്റ് കാസ്റ്റണും അതുപോലെ തന്നെ കൾച്ചറൽ അപ്രോച്ചിനെ കുറിച്ചും കൾച്ചറൽ റിലേറ്റഡ്നെസിനെ കുറിച്ചും ഒക്കെ പഠനം നടത്തിയ വ്യക്തിയാണ്. അപ്പൊ അവരുടെ അഭിപ്രായത്തിലും സമൂഹം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൾച്ചറിന്റെ ഭാഗമാണ് ഓരോ കിൻഷിപ്പും അല്ലെങ്കിൽ ഓരോ മാരേജ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് സമൂഹത്തിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിലെ കൾച്ചർ സമൂഹത്തിൽ കൊടുക്കുന്ന പ്രാധാന്യം അല്ലെങ്കിൽ സ്വാധീനം വളരെ വലുതാണ്. ഇനി മാർലിയൻ സ്ട്രെങ്തൺ അതിന്റെ അഭിപ്രായത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. Mallian strengthened probed the idea of biology brought about the technological interventions by investigating the separation of biology and culture into neat categories in kinship studies. She also proclaimed that biology means genetic relatedness, which is what has been neutralized as kinship. She also focused on the shift in conceptions of biology. In the wake of technology's changes, she declined the dichotomy between nature and culture and proclaimed that biology no longer consists of the inconstructible ground for kinship. When biology and nature are made definite, it is not possible to take them for granted, and hence it requires that biology be recognized, involving social and cultural phenomena that must be discussed and investigated properly. അപ്പൊ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സമൂഹത്തിലെ കൾച്ചറൽ അപ്രോച്ചിനെ കുറിച്ച്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളെ കുറിച്ച് ഒന്ന് റിവൈൻഡ് ചെയ്യണം. അപ്പൊ നാളെ വരുമ്പോൾ നമുക്കത് ഒന്ന് ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം കേട്ടോ, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് റിവൈൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചുള്ളൊരു ടച്ച് വിട്ടുപോകും. അപ്പൊ ഇതെന്ന് പറയുന്നത് കൾച്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു മേഖലയാണ്. അപ്പം അതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആണ് മറ്റു നമ്മൾ പഠിച്ച കിൻഷിപ്പിനെ കുറിച്ചും മാരേജിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട എൻഡോഗമി എക്സോഗമി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാരേജിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. അതിനുള്ള ആൻസർ കൃത്യമായിട്ട് നിങ്ങൾ പറയണം. ഇതുവരെ പഠിപ്പിച്ചത് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തുകൊണ്ട് വരണം കേട്ടോ. അതിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കത് അപ്പൊ ചോദിച്ച് പറഞ്ഞു പോവാം. നിക്കാത്ത് വെസ്റ്റേൺ ഫാമിലീസ് ബൈ ചോയ്സ് ആണ് നമുക്ക് അടുത്തത്. ഇതിന്റെ അകത്ത് കൾച്ചറൽ അപ്രോച്ചിന്റെ അകത്ത് നമുക്ക് കാണാനുള്ളത്. The families by choice of chosen family are used for the families of homosexuals who have chosen out of their biological family due to rejection and violence. The family is its contrast of the family of origin, which is the families which a person is born. After studying the families of homosexuals living in San Francisco, a show with different notion of kinship based on symbolism, love, and friendship. Western critic the understanding of family as formed only through sexual union between man and woman. The basis of kinship from the blood ties is replaced with the consensual affiliations because it gay and lesbian families. അപ്പം നമുക്കറിയാം ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ഒരു പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ പ്രണയിക്കുന്നതിനാണ് ലെസ്ബിയൻസ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് സെക്ഷൽ അട്രാക്ഷൻ ഒക്കെ തോന്നുന്നത് അവരുടെ സെയിം സെക്സിലുള്ള ആളുകളോടായിരിക്കും. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നത് ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയോടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് ലെസ്ബിയൻസ് എന്ന് പറയുന്നത്.
അപ്പൊ അതുപോലെ തന്നെ ഒന്നാണ് ഗേ എന്ന് പറയുന്നത്. ഗേ എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിക്ക് മറ്റൊരു ആൺകുട്ടിയോടായിരിക്കും സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നത്. അതാണ് ഗേ എന്ന് പറയുന്നത്. അപ്പൊ അവരെ നമ്മൾ അങ്ങനെ ഒരു പേരാണ് അവർ അതിനെ ആശയത്തെ വിപുലീകരിക്കാൻ നമ്മൾ വിളിക്കുന്നത് ഗേ എന്ന് പറയുന്ന ഒരു വാക്കാണ്. പക്ഷേ ഈ ലെസ്ബിയൻസും ഗേയ്സും അതുപോലെ തന്നെ ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട്. ബൈസെക്ഷൽ എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും അതുപോലെ തന്നെ ആൺകുട്ടികളോടും പ്രണയം തോന്നുന്ന ഒന്നാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഗേൾസിലും ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട്. പെൺകുട്ടികൾക്ക് ആൺകുട്ടിയോടും അതുപോലെ തന്നെ പെൺകുട്ടികളോടും ഇഷ്ടം തോന്നാം. അതാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മാരേജ് സിസ്റ്റംസ് ആണ് ഈ ലെസ്ബിയൻസ് അതുപോലെ തന്നെ നമ്മുടെ ഗേസ് എന്ന് പറയുന്നത്. അപ്പം ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്, ഹോമോസെക്ഷൽ എന്ന് പറയുന്നത് സെയിം സെക്സിലുള്ള ആളുകൾ തന്നെ പ്രണയിക്കുന്നതും അതുപോലെ വിവാഹം കഴിക്കുന്നതൊക്കെയാണ് ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്ന് പറയുന്നത് അതൊരു തെറ്റായിട്ടല്ല ഇപ്പോൾ സമൂഹം കാണുന്നത്. ഒരു കാലഘട്ടം വരെ അതൊരു തെറ്റായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. കാരണം സെയിം ജെൻഡറിൽപ്പെട്ട അല്ലെങ്കിൽ സെയിം സെക്സിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള വിവാഹം ആദ്യ കാലഘട്ടത്തിൽ നിരോധിച്ചിരുന്നു. അങ്ങനെയുള്ള വിവാഹങ്ങൾ തീർത്തും നികൃഷ്ടമായിട്ടാണ് കണ്ടിരുന്നത്, തീർത്തും മോശമായിട്ടാണ് കണ്ടിരുന്നത്. അതുപോലെ തന്നെ അതൊരു കുറ്റകൃത്യമായിട്ടും സെയിം സെക്സിലുള്ള ആളുകൾ തമ്മിലുള്ള പ്രണയം അല്ലെങ്കിൽ ലൈംഗിക ബന്ധമൊക്കെ ഒരു കുറ്റകൃത്യമായിട്ടും കണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏതാനും കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഇങ്ങനെയുള്ള ഒരു മാറ്റം വന്നിട്ട് ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ലെസ്ബിയൻസിനും ഗേയ്സിനും ഒക്കെ ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ അട്രാക്ഷൻ തോന്നുന്ന വ്യക്തിയുമായിട്ട് ജീവിക്കാനുള്ള ഒരു അവകാശവും നമ്മുടെ സൊസൈറ്റി ഇന്ന് കൊടുക്കുന്നുണ്ട്. അതായത് നിയമം വഴി അവർക്ക് അതിനുള്ളൊരു സുരക്ഷിതത്വം നൽകുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് അവരെ തീർത്തും അവഗണിക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പൊ തീർത്തും വ്യത്യാസമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്നും സമൂഹത്തിൽ അങ്ങനെയുള്ള ചില ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവളോടൊക്കെ ഒരുതരം പുച്ഛവും അതുപോലെ തന്നെ അപകർഷബോധവും ഒക്കെ തോന്നുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയും കൂടെ നമ്മുടെ സമൂഹത്തിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. കാരണം സോഷ്യോളജിസ്റ്റുകളാണ് നമ്മൾ. അപ്പൊ സമൂഹത്തെക്കുറിച്ച്, സാമൂഹിക രീതികളെ കുറിച്ചും സാമൂഹിക ബന്ധങ്ങളെ കുറിച്ചും ഒക്കെ കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നവരാണ് നമ്മൾ സോഷ്യോളജിസ്റ്റുകൾ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കൂടുതൽ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയണം. നമ്മൾ അതിനുള്ള ഒരു മാനസിക അവസ്ഥയിലാക്കിയെടുക്കുകയും ചെയ്യണം നമ്മുടെ മനസ്സിനെ. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഇങ്ങനെയുള്ള ബൈസെക്ഷാലിറ്റി എന്നൊക്കെ പറയുന്നതും അതുപോലെ തന്നെ ഗേയ്സ്, ലെസ്ബിയൻസ് ഒക്കെ പറയുന്നതും ഒരു ശാരീരികവും മാനസികവുമായ ചില പ്രത്യേകതകൾ കൊണ്ട് ഉണ്ടാവുന്നതാണെന്നും അതൊരു ആ വ്യക്തിയുടെ ഒരു ദൗർബല്യമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് കാണരുതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുകയും കൂടെ ചെയ്യണം. Okay, kinship based on symbolism, love and friendship. Western critics and understand the family was formed only through sexual union between man and woman. The basis of the kinship from the blood ties in replaced with the consensual affiliation because it gay and lesbian families, the relationship are formed on the basis of love and friendship rather than biological or affinal connections. The families are culturally recognizable in the desire of reproduce. The type of choice is dependent upon the kind of procreative partnership and that is set up. The gay lesbian couple looks forward to displacing biogenetic identity from the definition of reproductive kinship. This is another example of cultural understanding of family and kinship where relationships are not given but constructed and negotiated in day-to-day situations. New kinship studies. Kinship studies കുറിച്ചുള്ള പുതിയ പഠനങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. As per the definition of the cultural approach, kinship refers to symbolic systems of meaning and carries over into other ideological aspects. This approach left a strong influence on subsequent studies. There are many accounts of kinship both in Western and non-Western societies that gave in-depth description of how understands of kinship differ on account of cultural factors include ethnicity, personal experience, and other attributes. The cultural approach contributed towards taking kinship beyond biology in order to understand relations that are not based on blood or marriage. അപ്പോൾ കിൻഷിപ്പ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. The cultural approach contributed towards taking kinship beyond biology in order to understand relations and that are not based on blood or marriage.
ഇനി അപ്പം കിൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള വിവാഹം നിരോധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹം കഴിക്കുകയും അവരിൽ നിന്ന് ജനിക്കുന്ന കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ രണ്ട് വ്യക്തികൾ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് മക്കൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുമ്പോൾ അവർ അഡോപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അവരങ്ങനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതൊരു കുടുംബം അല്ലാതാകുന്നുണ്ടോ? അതൊരിക്കലും ഒരു കുടുംബമാകാതാവുന്നില്ല. കാരണം രണ്ട് വ്യക്തികൾ വിവാഹം കഴിക്കുകയും അവർ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് അവരുടെ ഒപ്പം വളർത്തുകയും ചെയ്യുമ്പോൾ അത് ഒരു കുടുംബമായി മാറുകയും അത് അവർ തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആത്മീയ ബന്ധമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തില് ബന്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബന്ധുത്വം എന്ന് പറയുന്നത് കേവലം ഈ ബ്ലഡ് റിലേഷനുള്ള ബന്ധം മാത്രമല്ല ഉള്ളത്. അത് കൂടാതെ ദത്തെടുക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്ന ബന്ധങ്ങളെല്ലാം തന്നെ ഒരു ബന്ധുത്വത്തിന്റെ ഘടനയിലേക്ക് ഉൾച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ ബിയോണ്ട് ബയോളജിയിലെ അതിർത്തിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് കിൻഷിപ്പിൽ ഉള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. David cultural approach was welcomed by many anthropologists who wanted to free kinship from the bonds of biology. Gays and lesbians championed the nation and the biology does not set a standard for every day in the construction of non-traditional families. The cultural approach broadened the understanding of family and marriage to include relation formed outside heterosexual and monogamous sexual unions. The concept of fictive kinship become relevant in understanding a wide range of relations that were constructed in non-biological manner. There is a greater awareness among scholars and social scientists that kinship does not simply mirror physical relations but is socially created in specific cultural context. One response to these relations has been attempted to move beyond ideas of genealogical connections and use more appropriate terms such as relatedness. അപ്പൊ അതുപോലെ തന്നെയാണ് ഫെമിനിസ്റ്റ് സ്റ്റഡീസും ഉൾപ്പെടുന്നത്. അപ്പം ബിയോണ്ട് ബയോളജി നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് സ്റ്റഡി. അപ്പൊ ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? ഫെമിനിസം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ സ്ഥാനം, അല്ലെങ്കിൽ പെൺകുട്ടികളാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ മികച്ച സ്ഥാനം ഉൾക്കൊള്ളുന്ന പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ സ്ത്രീകളാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം ഉൾക്കൊള്ളേണ്ടത്, സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം സ്ത്രീകൾക്കാണ് ലഭിക്കേണ്ടത്, അങ്ങനെയുള്ള ചിന്തകളൊന്നും ഉൾക്കൊള്ളുന്ന ആളുകളല്ല ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത്. ചിലർ അങ്ങനെ ഫെമിനിസത്തെയൊക്കെ വളരെയധികം മോശമായിട്ട് പറയാറുണ്ട്. കാരണം ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് സ്ത്രീകളാണ് സമൂഹത്തിന്റെ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഒരു ടേം അല്ല ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്. ഫെമിനിസം കൊണ്ട് അർത്ഥമാക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത ലഭിക്കണം എന്നുള്ളതാണ് ഫെമിനിസ്റ്റുകളുടെ ആഗ്രഹം, അല്ലെങ്കിൽ ഫെമിനിസം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി ഫെമിനിസം എന്ന് പറയുന്നത് എന്താണെന്നുള്ള കൃത്യമായ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക. ഫെമിനിസം എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത സമൂഹത്തിൽ ഉണ്ടാകണം എന്നാണ് ഫെമിനിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കാരും മുകളിലാണെന്നോ അല്ലെങ്കിൽ സമൂഹത്തിലെ എല്ലാ ആളുകളിൽ നിന്നും മുകളിലാണ് സ്ത്രീകൾ എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നവരല്ല ഫെമിനിസ്റ്റുകൾ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പൊ ഈ ഫെമിനിസം എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ സോഷ്യോളജിയിൽ വന്നിരിക്കും. അപ്പോൾ നമ്മൾ സോഷ്യോളജിസ്റ്റുകൾ ഫെമിനിസം എന്താണെന്നും അതിന്റെ ഡെഫിനിഷൻ ഒക്കെ എന്താണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. Many feminists use the approach in order to deconstruct in the understanding of gender. They proclaimed that gender was a cultural construct and its meaning is different from one society to another. According to the feminists, the gender is at the center of analysis and stressed on the dynamics of power relations rather than on descent and alliance. Therefore, the kinship and lineage relationship become constructed not into terms of rights and duties, but in terms of power and strategies of gain power. The work done by Collier on parallel system focused on how women strategies their position in a patriarchal residence in order to promote their interest through their husbands and sons. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് സ്റ്റഡീനെ കുറിച്ചും അതിന്റെ വിശദാംശങ്ങളെ കുറിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശദമായിട്ട് പറയാം. ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത വേണമെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളാണ് ഫെമിനിസ്റ്റുകൾ എന്നറിയപ്പെടുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത ലഭിക്കുന്ന ഏതൊരു സമൂഹത്തെയും ഫെമിനിസ്റ്റ് സൊസൈറ്റി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. നമുക്ക് ഇതിനകത്ത് അടുത്ത് കാണാനുള്ളത് ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജിനെ കുറിച്ചാണ്.
അപ്പം അതുപോലെ തന്നെ നമുക്ക് ടെക്നോളജീസിലെ വളർച്ചയിൽ നിന്ന് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു സ്ത്രീക്ക് ഗർഭം ധരിച്ച ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ടുള്ള പ്രാപ്തി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അത് വേറൊരു വിവാഹം കഴിക്കുക എന്നുള്ളതായിരുന്നു പുരുഷന്റെ മുമ്പിലുള്ള ഒരു ഇത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്ത് അതൊരു എന്താ ഒരു മോശം കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം സ്ത്രീക്ക് ഒരു പ്രത്യുൽപാദന ശേഷി ഇല്ലെങ്കിൽ സ്ത്രീയെ വിട്ട് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് ഒരുങ്ങുന്ന പുരുഷന്മാരെന്ന് പറയുന്നത് സമൂഹത്തിൽ തീർത്തും അപമാനകരമായിട്ടുള്ളൊരു ആളുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം സ്ത്രീകൾക്ക് ഇപ്പോൾ റീപ്രൊഡക്ഷൻ ഉള്ളൊരു കാര്യമില്ലെങ്കിൽ, ഒരു കഴിവില്ലെങ്കിൽ അതിനുള്ള ബദൽ മാർഗങ്ങൾ ഒരുപാട് ഈ സമൂഹത്തിൽ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് IVF ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ വാടക ഗർഭധാരണം, അതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നയൻതാരയൊക്കെ വാടക ഗർഭധാരണത്തിലൂടെ 2 ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തതൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വാടക ഗർഭധാരണത്തിലൂടെയും അല്ലെങ്കിൽ IVF, അതുപോലെ തന്നെ ടെസ്റ്റ് ട്യൂബ് ശിശു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഈ കുട്ടികളുടെ പ്രത്യുൽപാദന രംഗത്തും അതുപോലെ തന്നെ മാതൃ ശിശുക്ഷേമ രംഗത്തും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇന്നത്തെ സൊസൈറ്റി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആണുങ്ങൾക്കാണെങ്കിൽ സ്പെംസിന്റെ കൗണ്ട് കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റീപ്രൊഡക്ഷനെ ബാധിക്കാം. ആണുങ്ങൾക്ക് അതുകൊണ്ട് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതുപോലെയുള്ള റീപ്രൊഡക്റ്റീവ് പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുമൊക്കെ നമുക്കിവിടെ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധുത്വം എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷനുള്ള ആളുകളെ പറ്റി മാത്രമല്ല നമ്മൾ ഇവിടെ പരാമർശിക്കുന്നത്. ബന്ധുത്വം എന്ന് പറയുന്നത് നമ്മൾ ദത്തെടുക്കുന്ന ആളുകളും അതുപോലെ തന്നെ നമ്മുടെ മാരേജ് വഴി നമ്മുടെ കുടുംബത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ആളുകളെയും ഒക്കെ ബന്ധുത്വം എന്ന ആശയം കൊണ്ട് നമുക്ക് നിർവചിക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഈ ഫെമിനിസ്റ്റ് സ്റ്റഡീസിനെ കുറിച്ച് വിശദമായിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.